വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു നോട്ട്ബുക്കാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള A4 പേപ്പറും ഗ്ലൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ടൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം കുറച്ച് A4 പേപ്പേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇതുപോലൊന്ന് രണ്ടായിട്ട് പകുതിയിൽ വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കണം. മടക്കുമ്പോൾ നല്ല നീറ്റായിട്ടൊന്ന് മടക്കിയെടുക്കണം, ചുളുക്കൊന്നും വരാത്ത രീതിയിൽ. ഇതുപോലെ നമുക്ക് കുറച്ചധികം ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കുറച്ചധികം പേപ്പേഴ്സ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നമുക്ക് എത്ര കട്ടി വേണം ബുക്കിന് അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, എനിക്ക് ഇത്ര കട്ടി മതി. അതുകൊണ്ടാണ്, എനിക്ക് ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുത്താൽ മതി. ഇനി 2 പേപ്പർ ക്ലിപ്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ പേപ്പേഴ്സൊക്കെ ഒന്ന് നീറ്റായിട്ട് എല്ലാം ഒരുമിച്ചാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് 2 ക്ലിപ്സ് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. എൻ്റെ അടുത്ത് പേപ്പർ ക്ലിപ്സ് ഇല്ല, അതുകൊണ്ട് ക്ലോത്ത് ക്ലിപ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പശ തേച്ച് കൊടുക്കുക. പശ തേക്കുമ്പോൾ ഒട്ടും മടി കാണിക്കരുത്, നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പേപ്പേഴ്സൊക്കെ വിട്ടു വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ കാണിക്കുന്നത്. എനിക്ക് നന്നായിട്ട് പേപ്പേഴ്സൊക്കെ നല്ലോണം ഒട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പേപ്പേഴ്സൊക്കെ റെഡിയായി. ഇനി നമുക്ക് അതിനൊരു ചട്ട വേണം. ചട്ടക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ചെരുപ്പ് ഇതൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നൊരു ബോക്സ് ഇല്ല, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഒന്നും കൂടി കട്ടി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയുള്ളൊരു ഷീറ്റ് എടുക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് പേജസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് അളവിനൊന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. ഇതുപോലത്തെ 2 ഷീറ്റ് നമുക്ക് സെയിം അളവിൽ വേണം. അതുപോലെ തന്നെ നമുക്ക് സെൻറ്ററിൽ നടുവിൽ വെക്കാൻ ചെറിയൊരു പീസും കൂടി വേണം. അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട്ബുക്കിൻ്റെ നമ്മൾ പശ തേച്ച് ഒട്ടിച്ച ഭാഗമില്ല, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കണം. അങ്ങനെ 3 പീസസ് നമുക്ക് ടോട്ടൽ വേണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസുകളും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. വേസ്റ്റ് ആയിട്ടുള്ള ഒരു A4 ഷീറ്റോ പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ സെൻറ്ററിലുള്ളതായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് 2 ഭാഗങ്ങളൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്ക് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കവർ ചെയ്തെടുക്കാനുണ്ട്. കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾഡായിട്ടുള്ള ഒരു ക്ലോത്തിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ക്ലോത്ത് തന്നെ വേണമെന്നില്ല, നമുക്ക് പേപ്പേഴ്സ് വെച്ചിട്ടും കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ A4 പേപ്പറോ കളർ പേപ്പറോ ചാർട്ട് പേപ്പറോ എന്ത് പേപ്പർ വേണമെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ ഭംഗിയുള്ള ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ടും കവർ ചെയ്യുക. ഞാനിപ്പോൾ കറക്റ്റ് സൈസൊക്കെ നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണതുണ്ട്. എന്നിട്ട് ഒട്ടിച്ച് കൊടുത്തപ്പോൾ ഞാൻ നല്ല ഭാഗം ബാക്കിലേക്കാക്കിയിട്ട് ചീത്ത ഭാഗം മുകൾക്കാക്കിയിട്ടാണ് ക്ലോത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് പശ തേച്ചിട്ട് ഇതുപോലെ 2 ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അപ്പുറത്തെ സൈഡും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇവിടെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ക്ലോത്തിൻ്റെ ചെറിയൊരു ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ. എന്നാൽ അതിൻ്റെ എഡ്ജ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നമുക്ക് 2 സൈഡും ഒന്ന് ഒട്ടിച്ച് നീറ്റായിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു റിബൺ എടുത്തിട്ട് സെയിം സൈസിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് 2 ഭാഗത്തേക്കും വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു പിങ്ക് A4 ഷീറ്റാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യുക, അത് ചെയ്യണം നിർബന്ധമില്ല. കാരണം ലാസ്റ്റ് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് പോവും. പക്ഷേ ഞാൻ ഒന്നും കൂടി നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി.
ഇനി ഇതുപോലത്തെ വൈറ്റ് ലേസ് എടുത്തിട്ട് ഞാൻ 4 സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നോട്ട്ബുക്കിൻ്റെ കവർ പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേജസ് ഇതിൻ്റെ ഉള്ളിലിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. സെൻറ്ററിൽ ഇതുപോലെ പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഒട്ടി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പേജ് എടുത്തിട്ട് നമ്മൾ ഈ ചട്ടയിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളെ നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എനിക്കത് നല്ല ഇഷ്ടമായി. ഇനി ഒരു ചെറിയൊരു ബോയും കൂടെ ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ചെയ്ത് നോക്കാൻ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.